നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലാണ് ഫുട്ബോൾ ലോകം. അതേസമയം തന്നെ വലിയ രൂപത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഒരു വമ്പൻ ട്രാൻസ്ഫറുമായിട്ട് ബയൺ മ്യൂണിക്ക് രംഗത്തേക്ക് വരുന്നു. മറ്റാരെയുമല്ല, ഇസ്മായിൽ സൈബരി അവർ സ്വന്തമാക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മൊറോക്കോയുടെ ആ ഒരു ഫ്രണ്ട്ലി മത്സരം കഴിഞ്ഞപ്പോൾ ആ കളി 2 ഗോൾ അടിച്ചിരുന്നു ഇസ്മായിൽ സൈബരി. അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ബയൺ മ്യൂണിക്ക് താരത്തിനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന്. ഈ താരത്തെ അഞ്ചലോട്ടി സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ ആ വീഡിയോയിലെ ആ ആളാണ് ഇസ്മായിൽ സൈബരി. PSVയുടെ കളിക്കാരനാണ്. അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ബയൺ മ്യൂണിക്ക് ഇതാ അവസാനവട്ട നീക്കങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വെരി ക്ലോസ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിൽ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ വലിയ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോയാണ്. അപ്പോൾ ഇസ്മായിൽ സൈബരി ടു ബയൺ, വെരി ക്ലോസ് ടു ഗെറ്റിംഗ് ടു ഫൈനൽ സ്റ്റേജസ് ആഫ്റ്റർ എക്സ്ക്ലൂസീവ് സ്റ്റോറി ഓൺ മൺഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബയൺ മ്യൂണിക്കും PSVയും തമ്മിൽ എഗ്രിമെൻ്റ് തൊട്ടുവക്കത്താണ്. പേഴ്സണൽ ടേംസ് 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സൈബരിയുടെ മുന്നിലേക്ക് വെച്ചിരുന്നു. അദ്ദേഹം കമ്പനിയുമായിട്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. മെഡിക്കൽ US-ലായിരിക്കും. അതായത് വേൾഡ് കപ്പിന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ താരം, പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണല്ലോ താരം. അതുകൊണ്ട് തന്നെ മെഡിക്കൽ US-ൽ വെച്ചിട്ടായിരിക്കും എന്നുകൂടി ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം മറ്റ് വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആഴ്സണൽ ഇപ്പോൾ ജെർമി മോങ്കയെ ടീമിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെസ്റ്റർ സിറ്റിയിൽ നിന്ന് താരത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹുലിൻ അൽവാരസിൻ്റെ കാര്യത്തിലാണ്. ഹുലിൻ അൽവാരസിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ബാഴ്സലോണ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് വഴങ്ങുന്നില്ല. എന്നാൽ ഇപ്പോൾ ഗാസ് നെഡൂലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു തരത്തിലും അദ്ദേഹം ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിൽ തുടരാൻ സാധ്യതയില്ല എന്നാണ്. അപ്പോൾ പിന്നെ താരം എങ്ങോട്ടേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്നാൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ടോം ഹീറ്റൺ 1 ഇയർ ഡീല് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് പുതിയ 1 ഇയർ ഡീല് സൈൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. ഞാൻ വളരെ പ്രൗഡാണ്. ഇതൊരു ഹ്യൂജ് ഹോണറാണ് എന്നാണ് ഇപ്പോൾ ഹീറ്റൺ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാസമിറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുന്നു. പകരം ബ്രസീലിയൻ താരമായിട്ടുള്ള എഡേഴ്സനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. ഡീല് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് എന്നാണ് റിപ്പോർട്ട്. ഒപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രാഡ്ലി ബർക്കോളയുടെ കാര്യത്തിലാണ്. താരം ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ PSG വിട്ടേക്കും എന്നാണ് റിപ്പോർട്ട്. ഒരു പക്ഷേ ആഴ്സണലിലേക്കോ അല്ലെങ്കിൽ ലിവർപൂളിലേക്കോ ചേരാൻ സാധ്യത. ഈ 2 ക്ലബ്ബുകളും താരത്തിൻ്റെ കാര്യത്തിൽ വളരെ കീനാണ് എന്നുകൂടി ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഡീലിൻ്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് പാരീസ് സെന്റ് ജെർമനും ലിവർപൂളും ഇപ്പോൾ യാൻ ഡയമണ്ട്സിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഡിസിഷൻ എന്തായാലും താരമാണ് എടുക്കേണ്ടത്. RB ലീപ്സിഗും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു ഓഫർ വന്ന സ്ഥിതിക്ക് അവരും ഇതിൽ ഇൻവോൾവാണ്. പുതിയ ഡീല് അവർ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. പ്ലസ് ഒരു റിലീസ് ക്ലോസ് വെക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ബ്രാഡ്ലി ബർക്കോളയെ സ്വന്തമാക്കാനുള്ള ശ്രമം LFC നടത്തുന്നുണ്ട്, ലിവർപൂൾ നടത്തുന്നുണ്ടെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെയാണിപ്പോൾ ഇങ്ങനെ ഒരു നീക്കം കൂടി അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഏർലിംഗ് ഹാലൻഡിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിച്ചുവിടൽ റിക്കോൽമി, അതായത് റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നയാൾ ഒരു അടിച്ചുവിടൽ അങ്ങ് നടത്തി. അതിനെതിരെ ഇപ്പോൾ സിറ്റി നിയമ നടപടി ആലോചിക്കുന്നു എന്നുള്ള വളരെ കൗതുകകരമായ ഒരു വാർത്ത കൂടി ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഡെൻസൽ ഡംഫ്രീസ് ഇതാ ഇപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ പോകുന്നു. അപ്പോൾ കൊനാറ്റയും അതുപോലെ ഡെൻസൽ ഡംഫ്രീസും റയൽ മാഡ്രിഡിലേക്ക് പോവുകയും ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.